ഓണാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ ഒരു ചടങ്ങാണ് പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ അതായത് ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുക എന്നത്. തിരുവോണനാളിൽ വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്ന ഈ ആചാരത്തിന് പിന്നിൽ വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. തൃക്കാക്കരയപ്പനെ പ്രധാനമായും മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ മറ്റു ചില പ്രാദേശിക വിശ്വാസങ്ങൾ പ്രകാരം ഇത് പ്രജക്ഷേമ തൽപരനായ മഹാബലി ചക്രവർത്തിയുടെ പ്രതീകമായും കരുതുന്നു. തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ വാമനമൂർത്തിയെയാണ് തൃക്കാക്കരയപ്പൻ എന്ന് വിളിക്കുന്നത്. പരമ്പരാഗതമായി ശുദ്ധമായ കളിമണ്ണോ മൺകൂനകളോ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിനു മുകളിൽ അരിമാവ് കലക്കി അണിവരകൾ വരയ്ക്കുകയും തുമ്പപ്പൂ, തെച്ചി, ചെണ്ടുമല്ലി തുടങ്ങിയ ഓണപ്പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിക്കുകയും ചെയ്യുന്നു. പ്രശസ്തമായ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവുമായി ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. പണ്ടുകാലത്ത് ചേരമാൻ പെരുമാളിൻ്റെ ഭരണകാലത്ത് തൃക്കാക്കരയിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഓണാഘോഷം നടന്നിരുന്നു. അക്കാലത്ത് ദൂരദേശങ്ങളിൽ ഉള്ളവർക്ക് പ്രകൃതിക്ഷോഭങ്ങൾ മൂലമോ മറ്റോ അവിടെ എത്താൻ സാധിക്കാതെ വന്നപ്പോൾ അവരോട് സ്വന്തം വീടുകളിൽ തൃക്കാക്കരയപ്പൻ്റെ മൺരൂപങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ രാജാവ് കൽപ്പിച്ചു എന്നാണ് ചരിത്രപരമായ ഐതിഹ്യം. നിലവിളക്ക് തെളിയിച്ച് ആരാധനയും പൂവട, അട, നിവേദ്യവും സാധാരണയായി ഉത്രാടം സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ തിരുവോണനാളിൽ രാവിലെ പൂക്കളത്തിന് നടുവിലോ പ്രത്യേക പീഠത്തിലോ ആണ് ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. ആർപ്പുവിളികളോടെയാണ് ഓണത്തപ്പനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.